ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ റാങ്കിങ് ടാസ്ക് കുളമായി റദ്ദാക്കിയിട്ടുണ്ട്. ബിഗ് ബോസ് ഇത്തവണ റാങ്കിങ് ടാസ്കിന് 1 മണിക്കൂർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സാധാരണ ചിലപ്പോൾ 5 മണിക്കൂർ, ഒരു ദിവസമൊക്കെ നീളുന്ന റാങ്കിങ് ടാസ്ക്കാണ്. പക്ഷേ ഇതിന് 1 മണിക്കൂറേ കൊടുത്തുള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അവരവരുടെ റാങ്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ 1ാം റാങ്ക് കിട്ടുന്ന ആൾക്ക് 20 സെക്കൻഡും 2ാം റാങ്ക് കിട്ടുന്ന ആൾക്ക് 15 സെക്കൻഡും പണിപ്പുരയുടെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം 10 സെക്കൻഡും കയറാൻ സാധിക്കും. അത് നല്ലൊരു തീരുമാനമാണ്. കാരണം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവം 1ാം പൊസിഷന് വേണ്ടിയിട്ട് അനീഷ് വാദിച്ചു. ആരും അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തില്ല. അനീഷ് പറഞ്ഞു എനിക്ക് 1ാം പൊസിഷൻ തന്നെ വേണം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു പോയി. അങ്ങനെ ടാസ്ക് റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ആർക്കും ഒന്നും കിട്ടാത്ത ഒരവസ്ഥ, ഉത്തരത്തുള്ളത് പോയി കയ്യിലിരിക്കുന്നത് കിട്ടിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. പക്ഷേ ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് അനീഷിന് ഇപ്പോൾ 1ാം പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് വല്ല ആനുകൂല്യം കിട്ടും, നോമിനേഷൻ ഫ്രീ കിട്ടും. അങ്ങനെയും ചാൻസ് ഉണ്ട്. ബി ചിലപ്പോൾ 1ാം പൊസിഷൻ കിട്ടിയാൾക്ക് നോമിനേഷൻ ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ അനീഷ് നോമിനേഷനിൽ വരില്ല. അങ്ങനെ ഒരു സംഭവം തടയാനാണ് കുറേ പേര് ഇതിനെ എതിർത്ത്. എന്നാൽ ചിലർ പറഞ്ഞു അനീഷിന് അങ്ങ് കൊടുക്ക്, ബാക്കിയുള്ളവർക്ക് 10 സെക്കൻഡ് കിട്ടുമല്ലോ, എല്ലാവർക്കും പണിപ്പുരയിൽ കയറാമല്ലോ, പണിപ്പുരയിൽ കയറിയിട്ട് അവരവരുടെ സാധനങ്ങൾ എടുക്കാം, ഫുഡ് എടുക്കാം, അവർക്ക് ആവശ്യമുള്ള സാധനം എടുക്കാം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ടാസ്ക് റദ്ദാക്കി തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ അനീഷ് ഭയങ്കര അരോചകമായിരുന്നു. ചുമ്മാ 1ാം പൊസിഷൻ കിട്ടണം. ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ടാസ്ക് കൊളായി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തമ്മാപ്പി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ടാറ്റ ബൈ.